ഇവളിതെവിടെയാ പോയത്? അല്ല മോളെ, നീ ഇതെവിടെയാ പോയത്? കടയിൽ പോയതാ അച്ഛാ, അവിടെ ഭയങ്കര തിരക്കാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണല്ലോ നീ. അവനാണെങ്കിൽ ഗൾഫിലും. ഞാൻ പറഞ്ഞല്ലേ അച്ഛാ എന്നെയും കൂടെ ഗൾഫിൽ കൊണ്ടുപോകണമെന്ന്, കേൾക്കാനിട്ടല്ലേ? ഗൾഫിൽ നിന്നുള്ള എൻ്റെ വരവ് എൻ്റെ ഭാര്യയ്ക്കും അച്ഛനും സർപ്രൈസ് ആവട്ടെ. എൻ്റെ മോളെ, അവനെ അവിടെ വലിയ ശമ്പളമൊന്നുമില്ല, നിന്നെയും കൂടെ കൊണ്ടുപോയാൽ അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. മടുത്തു അച്ഛാ, 2 കൊല്ലായി ഒറ്റക്ക് നിൽക്കുന്നു, മടുത്തു. നീയും കൂടി ഗൾഫിൽ പോയാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഞാൻ ഒറ്റക്കല്ലേ, എന്നെ ആരാ നോക്കുക? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്, അല്ലാതെ നിങ്ങളുടെ കാര്യം നോക്കാനല്ല. എൻ്റെ ഭാര്യ മരിച്ചത് കൊണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കല്യാണം കൂടെ അങ്ങ് കഴിക്കാം. ഈ വയസ്സാം കാലത്ത് എനിക്ക് പെണ്ണായിട്ടുണ്ട്. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ അവഗണിക്കുന്നു. അപ്പോൾ എന്നെ വയസ്സായി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ നോക്കുക. അച്ഛൻ്റെ പ്രശ്നം എന്നാ ഇപ്പം? പ്രശ്നം ഇതന്നെ മോളെ, എന്നെ തനിച്ചാക്കിയിട്ട് നീ പുറത്തെങ്ങും പോകാൻ പാടില്ല. എനക്ക് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. എടാ അച്ഛാ, പുറത്തേക്കൊന്നും പോകണ്ട. സാധനം മേടിക്കാൻ പോയതല്ലേ? കടയിലൊക്കെ പോയാൽ പെട്ടെന്ന് വരണം, അല്ലാതെ വായി നോക്കി നിൽക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. അച്ഛാ പറ്റിട്ടുണ്ട് ഞാൻ. അതെ, നീ ആ പീഡിയക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വളവളാന്ന് വർത്താനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ അച്ഛനും ഭാര്യ എന്തോ പറയുന്നുണ്ട്, ഞാൻ കേൾക്കട്ടെ. നീ മിണ്ടല്ലോ. അത് പിന്നെ നീ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണല്ലേ, കെട്ടിയനാണെങ്കിൽ ഗൾഫിലും. പുറത്തൊക്കെ പോകുമ്പോഴേ നെറ്റിയിലൊരു സിന്ദൂരം തൊട്ടുകൂടെ? എൻ്റെ മകനെ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3 പവൻ്റെ സ്വർണ്ണമാലയാണത്. അത് നീ ഇങ്ങനെ കഴുത്തിലിട്ട് നടന്നാൽ കള്ളന്മാർ പിടിച്ച് പറിച്ച് കൊണ്ടുപോകും കേട്ടാ. സ്വർണത്തിനൊക്കെ ഇപ്പം ഇത്ര എത്രയാ പൈസ? നിനക്ക് പറഞ്ഞാലൊരു അനുസരണയില്ല അല്ലേ? എന്താ ചെയ്യുക? ബൈക്കിൽ ഹെൽമെറ്റിലിട്ട് വന്നിട്ട് മാലയും പിടിച്ച് പറിച്ച് പോകുന്നുണ്ട്. സ്വർണ്ണമാല ഊരി വെച്ചിട്ട് വല്ല മുക്കിൻ്റെ മാലയിൽ ഇട്ടിട്ട് നടക്ക്. അതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത്. അച്ഛൻ്റെ ഒരു കാര്യം, പിന്നെ ഞാൻ താലിമാലില്ലാതെ പിന്നെ എന്നോടിച്ചാ നടക്കേണ്ടത്? ഗൾഫുകാരനായ എൻ്റെ മകൻ്റെ ഭാര്യ നല്ല അച്ചടക്കമുള്ള പെണ്ണായിരിക്കണം, അത് എനിക്ക് നിർബന്ധമാണ്. അച്ഛ പറഞ്ഞ് എൻ്റെ ഭാര്യനെ കരയിപ്പിക്കില്ല. ഇത് ഞങ്ങൾ ഗൾഫുകാരെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. എൻ്റെ കെട്ടിയാൽ നന്നായിട്ട് അറിയാം, എനിക്ക് അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നീ ഗൾഫിലല്ലേ, നീ എന്താ പെട്ടെന്ന് ഇവിടെ വന്നത്? ഞാനിങ്ങനെ പറയാതെ വന്നത് കൊണ്ടല്ലേ ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ എനിക്ക് കാണാൻ പറ്റിയത്. സർപ്രൈസ് ആയിട്ടുള്ള വരവാണല്ലേ. പിന്നെ നീ സാധനം വാങ്ങാൻ തന്നെ ആ പീടികയിൽ ഇങ്ങനെ പോയിന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടാ. കാര്യം പറയുമ്പോൾ നിനക്കെന്താടി ഒരു ചിരി? നീ ഇങ്ങനെ ആ പീടിയക്കാരനായിട്ട് ബളബളന്ന് വർത്താനം പറയുന്നത് എൻ്റെ മോൻ വന്നിട്ടാകുമ്പോൾ ഞാൻ അവനോട് പറയും. വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ അച്ഛനൊന്നും ഞാൻ നോക്കൂല. പറഞ്ഞാ നീ എന്ത് ചെയ്യും? പറയടി. എന്താടി നിനക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയാ? നിങ്ങളെയും കൊല്ലും ഞാനും ചാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വരട്ടടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നു. വാസന്തി, ഞാൻ ഗൾഫിൽ നിന്ന് വന്നു. എന്താടാ ഒന്നും പറയാതെ വന്നത്? അത് പിന്നെ ഞാൻ പറയാതെ വന്നത് കൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. നമ്മളെ കലമ്പലം നിങ്ങൾ കേട്ടു അല്ലേ? ഒന്നുമില്ലടാ, ഞാനത് ഇങ്ങനെ ദേഷ്യത്തിന് ഓരോന്ന് പറയുന്നതല്ലേ. അച്ഛാ, ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയല്ല വിളിച്ച് ഓരോന്ന് പറയണ്ട. ആ പീഡിയക്കാരനെ എൻ്റെ ഭാര്യനെ കുറിച്ച് തമ്മിൽ കഥ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയല് എന്താ ചെയ്യാ? പാവം എൻ്റെ ഭാര്യ. അത് പിന്നെ ഞാനൊന്നും ഉള്ളിൽ വെച്ച് പറഞ്ഞതല്ല കേട്ടാ. ചില സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, അതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ. എന്തായാലും അച്ഛാ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്നെ ഗൾഫ് കൊണ്ടുപോകല്ലേ? എടാ, ഇവളെയും ഗൾഫ് കൊണ്ടുപോകാനാണോ തീരുമാനം? അതൊന്നും അല്ല എൻ്റെ തീരുമാനം. ഇവളെ വീട്ടിൽ കൊണ്ട് നിർത്താനാ എൻ്റെ തീരുമാനം. അപ്പൊ നീ തിരിച്ചു പോയാ പിന്നെ ഇവിടെ ആരടാ? ഞാൻ ഒറ്റക്കാവൂലേ? ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നത് വരെ ഇവളെ വീട്ടിൽ പോയി താമസിക്കും, അച്ഛൻ ഇവിടെ ഒറ്റക്കും താമസിക്കും. മോളെ, ഇവനെന്തോ ഭ്രാന്ത് പറയുന്ന. നീ അകത്തേക്ക് ചെല്ല്, എന്നിട്ട് എന്തെങ്കിലും ഇവൻ ഗൾഫിൽ നിന്ന് വന്നാലേ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ പറഞ്ഞതൊന്നും അല്ല അച്ഛാ, ഞാൻ ഇവളെയും കൂട്ടി പോയെന്ന് ഇപ്പൊ തന്നെ. ഏതാ വാ പോവാല. അതെന്തിനാ നീ കൈ തട്ടി മാറ്റിയത്? അതെന്താടി? നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനല്ലേ വിളിച്ചത്? വാ, ഈ അച്ഛൻ്റെ കൂടെ ഇല്ല താമസം വേണ്ട. ഇല്ല, ഷുഗറും പ്രഷറും ഇല്ല, അച്ഛനെ ഒറ്റക്ക് ഇട്ടിട്ട് ഞാൻ വരുന്നില്ല. ഇത് നിങ്ങളുടെ അച്ഛൻ മാത്രല്ല, എന്റെയും കൂടെ അച്ഛനാണ്. അച്ഛനിപ്പോ മനസ്സിലായില്ലേ മരുമകളുടെ സ്നേഹം? മോനെ, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ പ്രഷർ കയറുമ്പോൾ ദേഷ്യത്തിന് ഇങ്ങനെ ഓരോന്ന് പറയുന്നതാ.
അച്ഛന് പ്രഷർ കയറും, ദേഷ്യത്തിന് ഓരോന്ന് പറയുന്നൊക്കെ എനക്കും അറിയാം. എനക്കും വരും ഒരു പ്രഷർ. നിങ്ങളുടെ പ്രഷർ എനിക്കറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എല്ലാവരും പിണക്കൊക്കെ മാറിയ സ്ഥിതിക്ക് എല്ലാവരും അകത്തേക്ക് വിട്ടോ. എല്ലാരും വാ, ചായ കുടിക്കാം. നടക്ക്, ഈ ഗൾഫുകാരന് ഒരു സ്പെഷ്യൽ ചായ കൊടുക്കണം. നടക്ക്.